വചനമൊഴി ഏപ്രിൽ 3 പീഡാനുഭവ വെള്ളി. ഈശോയിൽ സ്നേഹമുള്ളവരെ, പീഡാനുഭവ വെള്ളി അഥവാ ദുഃഖവെള്ളിയാഴ്ച കുരിശിലേക്ക് നോക്കുവാനും കുരിശിൽ നിന്ന് പാഠം പഠിക്കുവാനുമുള്ള സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ലോകത്തിൻ്റെ കണ്ണിൽ കുരിശ് ഒരു പരാജയവും അപമാനവുമാണെങ്കിൽ, വിശ്വാസത്തോടെ കുരിശിലേക്ക് നോക്കുന്നവന് അതൊരു വിമോചനത്തിൻ്റെ അടയാളവും സ്നേഹത്തിൻ്റെ പരമാവധി പ്രകടനവുമാണ്. കുരിശിൻ്റെ യാത്രയിൽ അവിടുന്ന് പ്രതികരിക്കുന്നില്ല, പ്രതികാരം ചെയ്യുന്നുമില്ല. കൊല്ലപ്പെടാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ നിശബ്ദമായിരുന്നു. ഇന്നത്തെ ലോകത്ത് എല്ലാവരും പ്രതികരിക്കാൻ തിടുക്കം കൂട്ടുമ്പോൾ, സോഷ്യൽ മീഡിയകളിൽ തർക്കങ്ങൾ കുന്നുകൂടുമ്പോൾ, വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുമ്പോൾ, ഈശോ പഠിപ്പിക്കുന്നത് മിണ്ടാതെയുള്ള സ്നേഹം ശക്തമാണ്. ആ സ്നേഹത്തിൻ്റെ പരമമായ പ്രകടനമാണ് കുരിശിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവനെ പീഡിപ്പിച്ചവരെയും അവനെ പരിഹസിക്കുന്നവരെയും ഈ പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തുകയാണ്. ഈശോ പറയുന്നു, ക്ഷമിക്കുക, അതാണ് കുരിശിൻ്റെ വഴി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ ദൈവം മിണ്ടാതിരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാത്തതുപോലെ തോന്നുന്നു. ഇരുട്ട് നിറഞ്ഞ ദിവസം. നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാതെ ഏകാന്തത നിറഞ്ഞ ഇരുട്ട് നിറഞ്ഞ നിമിഷങ്ങൾ വരും. എന്നാൽ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഉയർപ്പിൻ്റെ പ്രഘോഷണമുണ്ടാകുമെന്ന പ്രത്യാശയിൽ ജീവിക്കുവാൻ ദുഃഖവെള്ളിയാഴ്ച നമ്മെ ആഹ്വാനം ചെയ്യുന്നു. കുരിശിൽ നിന്നും നാം പഠിക്കുന്ന പാഠങ്ങൾ മിശിഹായുടെ കുരിശിലെ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നു. പിതാവേ, ക്ഷമിക്കണമേ. ക്ഷമയുടെ പാഠം അവിടുന്ന് നൽകുന്നു. ഇന്ന് നീ എന്നോടൊപ്പം സ്വർഗത്തിലായിരിക്കും, പർദീസായിലായിരിക്കും. പ്രത്യാശയുടെ കിരണം അവിടുന്ന് നൽകുന്നു. ഇതാ നിന്റെ അമ്മ. ബന്ധങ്ങളുടെ ശക്തി അവിടുന്ന് വ്യക്തമാക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടെന്നെ ഉപേക്ഷിച്ചു? ആത്മവിശ്വാസത്തിൻ്റെ പരീക്ഷണത്തെ അതിജീവിക്കുവാനുള്ള ശക്തി പ്രാർത്ഥിക്കുന്നു. എനിക്ക് ദാഹിക്കുന്നു. ആത്മീയ ദാഹത്തെ വ്യക്തമാക്കുന്നു. എല്ലാം പൂർത്തിയായി. ദൗത്യ നിർവഹണത്തെ ചൂണ്ടിക്കാണിക്കുന്നു. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. തമ്പുരാൻ്റെ സന്നിധിയിലുള്ള പൂർണ്ണമായ സമർപ്പണം. കുരിശിൽ നിന്ന് നാം പഠിക്കുന്നത് ക്ഷമയുടെയും പ്രത്യാശയുടെയും ബന്ധങ്ങളുടെയും ആത്മവിശ്വാസത്തിൻ്റെയും ശക്തിയാണ്. ആത്മീയ ദാഹവും ദൗത്യ നിർവഹണവും നടത്തുവാനുള്ള സമർപ്പണമാണ്. ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ക്ഷമിക്കുവാനും പൊരുത്തപ്പെടുവാനുമുള്ള കൃപ പ്രാർത്ഥിക്കുന്നു. വ്യക്തി ജീവിതത്തിൽ പാപം വിട്ടകലുവാനും പ്രാർത്ഥനയിൽ ആഴപ്പെടുവാനുമുള്ള കൃപ യാചിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ വേദനിക്കുന്നവരോട്, സഹിക്കുന്നവരോട് ചേർന്ന് നിൽക്കുവാനുള്ള ആഹ്വാനം നൽകുന്നു. ദുഃഖവെള്ളിയാഴ്ച പ്രത്യാശയുടെ ദിനമാക്കി മാറ്റുവാൻ, കർത്താവിൻ്റെ സഹന ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ആത്മവിശുദ്ധീകരണം നേടി പ്രത്യാശയോടുകൂടി ജീവിക്കുന്നവരായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.